ശുദ്ധം പാവം എല്ലാം ജാതകത്തിൽ നിന്റെ പ്രശ്നമാണ്. 36 വയസ്സോ എവിടെ പെണ്ണ് കിട്ടാൻ നിനക്ക്? എവിടെ പെണ്ണ് കിട്ടാൻ? ഒരു ഫോട്ടോ കാണിക്കും പെണ്ണിന്റെ പ്ലീസ്. ഫോട്ടോയും കൂപ്പൊന്നും അവിടെ ഇല്ല. ആ പെണ്ണിന്റെ നമസ്കാരം. അടിപൊളി വെച്ചാ അവര് വന്നു കേട്ടാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ യാത്രയൊക്കെ സുഖമായിരുന്നു. വഴിയൊക്കെ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? ഇല്ല കുഴപ്പമില്ല, നല്ല വഴിയാ. പിന്നെ ലീവൊക്കെ എത്ര ഉണ്ട്? ഒരു 2 മാസത്തെ ലീവ് ഉണ്ട്. എന്താ ചെറുക്കനൊന്നും മിണ്ടത്തില്ലേ? സംസാരിക്കും. ശ്യാമേ, ഇത് മോളെ. അയ്യോ ഇതല്ല പെണ്ണ്. ഇത് പെണ്ണിന്റെ അനിയത്തി. പെണ്ണിനെ ഇപ്പൊ വിളിക്കാം. മോളെ ശ്യാമേ. എനിക്കിഷ്ടപ്പെട്ടില്ല. മക്കളെ രണ്ടുപേർക്ക് ഇതിൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. സംസാരിക്കാൻ അങ്ങ് ഒന്നുമില്ല. എനിക്ക് ഈ ബന്ധനോട് താല്പര്യം. ക്ഷമിക്കണം കേട്ടോ, ഒരു പ്രത്യേക എന്ത് പരിപാടിയാണ്? അവരെന്ത് വിചാരിച്ചു? അവരെന്തെങ്കിലും വിചാരിക്കട്ടെ. ഞാൻ അവളെ കല്യാണം കഴിച്ച ആനയും പാപ്പാനും കൂടെ പോകുന്നതാണ് മാറി. അതൊരു പെണ്ണല്ലേ, അവർക്ക് എന്ത് വിഷമമായി കാണൂടാ. പിന്നെ നീ പോയിക്കിട്ട് ആശിക്ക മേലെ ഒരുമാതിരി പന്ന പരിപാടിയായിട്ട് വരല്ലേ. ഇതങ്ങ് നടക്കുമെന്ന് വിചാരിച്ചായിരുന്നു, അവരങ്ങ് പോവുകയും ചെയ്തു. നിനക്കിപ്പോ സമാധാനമാടി? നിന്റെ കാരണമല്ലോ ഉണ്ടായത്. നീ ഒറ്റയാണോ എനിക്ക് താഴത്തെ പെൺകൊച്ചിനെ കൂടെ ഇറക്കിടാൻ പറ്റാത്തത്? ഈ മാസത്തിൽ 12ാമത്തെ പെണ്ണുകാണല്ല. നിനക്ക് തിന്നു പിടിക്കാനല്ല എന്തെങ്കിലും അറിയാവോ? കുറച്ചെങ്കിലും തടിയെങ്കിലും തോന്നിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ചെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നാണം ഉണ്ടോ ഞങ്ങൾ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട്? നീ എന്റെ വയസ്സല്ലാണ് ഇവിടെ ജനിച്ചത്. ചത്തലടി. നമ്മുടെ പാലക്കാടില്ലേ നല്ലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നു, പോയി കണ്ടാലോ? എടാ നിനക്ക് ഇങ്ങോട്ട് പറഞ്ഞില്ലേ മേലെ ഈ കാര്യം എൻ്റെ അടുത്ത് പറയരുതെന്ന്? അല്ല എന്നെ അങ്ങ് വലിയ ഉപദേശമൊന്നുമില്ല. ഇയാൾ കല്യാണം കഴിക്കുന്നില്ലേ? അല്ല ശ്യാമയല്ലേ വരുന്നോ? ഒന്നേ ഞാൻ പോന്നു. ശ്യാമേ എവിടെ പോയതാ? ജോലി കഴിഞ്ഞിരുന്നു. പിന്നെ അതുപോലെ അന്നത്തെ ദിവസം അങ്ങനെ സംഭവം ഉണ്ടായിപ്പോയി. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. ആ ചെറുക്ക ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. സോറി. ഓ അത് വിട്ടുകളയട്ടെ. അതുപോലെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ശ്യാമ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീട്ടുകാരോടൊന്ന് ചോദിച്ചോട്ടെ. ചേട്ടന്റെ കൂട്ടുകാരന് പോലും എന്നെ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ത്യാഗം ചെയ്യാൻ നോക്കുവാണോ? ഒരിക്കലുമല്ല. ഞാൻ ശരീരത്തെ എല്ലാം സ്നേഹിക്കുന്നത്, മനസ്സിനെയാണ്. ശ്യാമയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സമ്മതമാണെങ്കിൽ ഞാൻ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കാം.